എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പറഞ്ഞിരിക്കും. ഈ സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറയുന്നത് ആർക്കും വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഇത് പലതോ കണ്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി കാണില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്ക് അദ്ദേഹത്തിന്റെ കണ്ണ് തുറപ്പിച്ച് കണ്ണിലേക്ക് കുത്തിക്കയറ്റാനൊന്നും പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ പുള്ളി കണ്ടില്ല എന്ന് വെച്ചാൽ ഒന്നുകിൽ പുള്ളിക്ക് കാണാൻ താല്പര്യമില്ല, പുള്ളി അത് വായിക്കില്ല. രണ്ട്, പുള്ളി കണ്ണുകൊണ്ട് കണ്ടില്ല. ആരെങ്കിലും അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ സ്തുതിക്കുന്നത്, അദ്ദേഹത്തെ പുകഴ്ത്തുന്നത്, അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ പാടുന്നത് മാത്രമാണ് പുള്ളിക്ക് കേൾക്കേണ്ട. വേദാന്തി ഇതുപോലെയുള്ളൂ. ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ വെട്ടിപ്പോരാൻ കൊല്ലം വന്ന ആ ഇന്നോവയിൽ മാഷാ അള്ളാ എന്ന് സ്റ്റിക്കർ ഒട്ടിക്കും. അതെ, ദേശാഭിമാനിയിൽ പിറ്റേ ദിവസവും അതിന്റെ അടുത്ത ദിവസമൊക്കെ വന്ന വാർത്തകളുടെ ദുസ്സൂചന തന്നെ മുസ്ലിം തീവ്രവാദികൾ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി. അങ്ങനെയായിരുന്നു പോപ്പുലർ. അങ്ങനെയായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു വട്ടത്തിൽ പി ജയരാജനാണെന്ന് തോന്നുന്നു, അദ്ദേഹം അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, പറഞ്ഞത് ഇതിൽ പി സി ജോർജിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ്. നമസ്കാരം. കാഫിർ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് റിപ്പോർട്ട് തന്റെ പക്കലില്ല, തന്റെ പക്കൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല, അതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് പിണറായി. അതായത് ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയാതെ പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കാഫിർ വിവാദത്തെ പറ്റി, അതിലുണ്ടായ പോലീസ് റിപ്പോർട്ടിനെ പറ്റി ചോദിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് തനിക്കത് അറിയില്ല, റിപ്പോർട്ട് തന്റെ കയ്യിലല്ലല്ലോ, പോലീസ് റിപ്പോർട്ട് അല്ലേ, അത് പത്രവാർത്തകളിൽ കണ്ട വിവരം മാത്രമേ തനിക്കുള്ളൂ എന്ന് പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ ഒരു ശുഷ്കാന്തിയും കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ആ വകുപ്പ് ഒഴിയുന്നതാണ് സത്യത്തിൽ നല്ലതെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ കാഫിർ വിവാദത്തെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഈ പച്ചക്കള്ളം പറയലിനെ കുറിച്ചും പല ഉദാഹരണങ്ങളടക്കം പൊളിച്ചടക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ കാഫിർ പ്രയോഗം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പത്രപ്രവർത്തകർ ചോദിച്ചു, എന്താണ് സാർ ഈ പോലീസ് അന്വേഷണത്തെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പൊ അദ്ദേഹത്തിന് അത് അറിയില്ല, ആ റിപ്പോർട്ട് തനിക്ക് കിട്ടിയിട്ടില്ല എന്നൊരു പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് സാർ അതിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതെ വടകരയിൽ മാത്രമല്ല ഭാഗമാനം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതെ, കെ കെ ശൈലജ എന്ന് പറയുന്ന CPM സ്ഥാനാർത്ഥിക്കെതിരെ നടന്ന അല്ലെങ്കിൽ നടന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ നടന്നു എന്ന് ആരോപിക്കുന്ന ഒരു സൈബർ ആക്രമണം. ഈ സൈബർ ആക്രമണത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഇവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ചില ലൈംഗിക പരാമർശങ്ങളോടുകൂടിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. അതെ, ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഇല്ല എന്ന് പിന്നീട് തെളിഞ്ഞു. ഇവരുടെ എന്തോ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ്. പിന്നീട് ആ ആരോപണത്തിന്റെ അതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ ആഴം താരതമ്യേന കുറച്ചു പാർട്ടി. അതെ, അല്ലെങ്കിൽ പാർട്ടി ബുദ്ധിജീവികൾ, അതൊരു ഭാഗമാണ്. അതെ, രണ്ടാമത്തേത് ഇവർ അമുസ്ലിമാണ്, കാഫറാണ്, നമ്മുടെ ആള് അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള സ്ഥാനത്ത് ഷാഫിയാണ് എന്ന രീതിയിൽ മുസ്ലിം ഗ്രൂപ്പുകൾ വലിയ പ്രചരണം നടക്കും. അതിൽ മുസ്ലിം ലീഗുകാര് അവരുടെ പ്രധാന കാർമ്മിക സ്വത്തിലാണ് ഈ പ്രചരണം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടവർക്ക് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഔദ്യോഗിക നേതാവിന്റെ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പറഞ്ഞിരിക്കും. ഈ സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറയുന്നത് ആർക്കും വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഇത് പലതവണ അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന് ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് എന്താണ് അവിടെ മേയറായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിൽ വലിയ സ്തുതി നടക്കുന്ന സമയത്ത് ഞാനന്നും ഇവരെ മേയറാക്കുന്നതിനെ അനുകൂലിക്കാറില്ല. കാരണം അവര് തീരെ പരിചയസമ്പത്തില്ലാത്ത ഒരു കോളേജ് വിദ്യാർത്ഥിനി എനിക്ക് പെട്ടെന്ന് ആവാൻ പറ്റിയ ഒരു പോസ്റ്റല്ല മേയർ. MLA പോലെ മുനിസിപ്പൽ കൗൺസിൽ പാർലമെന്റ് അംഗമാവുന്ന പോലെയല്ല. മേയർ എന്ന് പറഞ്ഞ വലിയ ഉത്തരവാദിത്തമുള്ള ഭരണപരമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. എക്സിക്യൂട്ടീവ് പവറാണ്, ഭരണാധികാരം കൈയാളേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയല്ല, ഒരു സ്ഥാനമാണ്. അവിടെ തീരെ പരിചയസമ്പത്തില്ലാത്ത ഒരു പെൺകുട്ടി വന്നാൽ സ്വാഭാവികമായിട്ടും അവരെ വെച്ച് മറ്റാളുകൾ മുതലെടുത്ത് വലിയ അഴിമതി അല്ലെങ്കിൽ എന്താണ് ഭരണപരമായ അതിക്രമങ്ങൾ നടക്കുകയും ചെയ്യും എന്ന് ഞാൻ അന്നേ ആശങ്ക പ്രകടിപ്പിച്ച ആളാണ്. അതെ, ആ സമയത്ത് എന്റെ പേര് വെച്ച് എന്റെ ഇതൊന്ന് കരുതപ്പെടുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ചില CPMകാര് വ്യാജമായിട്ട് ഉണ്ടാക്കി.
1 കിലോ മീൻ വാങ്ങി അത് വൃത്തിയാക്കാൻ പോലും അറിയാത്ത ഒരു പെണ്ണിനെയാണ് തിരുവനന്തപുരത്ത് മേയറാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. എന്റെ പേജിനോട് സാദൃശ്യമുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കി അഖില കേരള അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല മുതിർന്ന CPM നേതാക്കൾ പോലും ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു. എനിക്കെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടായി എന്ന് മാത്രമല്ല പിൽക്കാലത്ത് ഇവർ വിവാഹം കഴിച്ച സഖാവ് സച്ചിൻ ദേവ് തന്നെ എന്നെ അതിക്രൂരമായി വിമർശിച്ചുകൊണ്ട് ഒരു വലിയ പോസ്റ്റ്. അന്ന് സച്ചിനും ഇവര് തമ്മിലുള്ള മറ്റു ബന്ധം പുറത്തു വന്നിരുന്നില്ല. ഏതായാലും പക്ഷെ അധികം വൈകാതെ ഇത് വ്യാജമാണെന്ന് മനസ്സിലായ ഉടനെ പുള്ളി പിൻവലിച്ചു. അത്ര മാന്യതയാണ്. അത് ഇങ്ങനെയൊക്കെയുള്ള പല തമാശകളും ഇവിടെ അരങ്ങേറി. പക്ഷെ ഇത് ചെയ്ത ഇവരോട് വിരോധമുള്ള ഈ ആര്യ രാജേന്ദ്രൻ മേയറായതിനോട് CPMകാര് എന്റെ പേര് ദുരുപയോഗം ചെയ്ത് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹത്തിന് 1 കിലോ മീൻ വാങ്ങി നന്നാക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ എന്നുള്ള അല്ലെങ്കിൽ അതുപോലെ അറിയാൻ പാടില്ലാത്ത ഒരു പെണ്ണിനെയാണ് ഇവിടെ മേയറാക്കാൻ പോകുന്നത് എന്ന് ഇവര് പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച ആശയം അഖില കേരള അടിസ്ഥാനത്തിൽ ഇവർക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും. അത് എന്റെ പേരിലായതുകൊണ്ട് അതിന് വലിയ പബ്ലിസിറ്റി കിട്ടും. തീർച്ചയായിട്ടും അപ്പൊ എന്നോട് എതിർപ്പുള്ള CPMകാർ തന്നെ 2 പേർക്ക് എന്നോടൊപ്പമുണ്ട്, അല്ലെങ്കിൽ CPMനോടുള്ള ഭക്തിയുണ്ട്. 2 ഈ ആശയം ഇവരുടെ ഉള്ളിൽ നേരത്തെ ഉണ്ട്. ശരിയാണ് ശരിയാണ് ഈ കാര്യം അവിടെ യോഗ്യല്ല എന്ന ആശയമാണ് അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിന് എന്നെ ഒരു ായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രം. എനിക്കിതൊന്നും പുതുമയുടെ കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അത് അവഗണിച്ചു. പിന്നെ ഞാൻ ആളെ കണ്ടുപിടിക്കും. അത് ഉണ്ടാക്കിയത് സാക്ഷാൽ CPMകാരൻ തന്നെയാണ്. അവനത് ഉണ്ടാക്കാനുള്ള ഏതോ വികാരം എന്നോടുള്ള എതിർപ്പാണോ ആര്യയോടുള്ള വിപ്രതിപത്തിയാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും അയാൾ ഒരു വിനോദം എന്നാണ് ഇയാളുടെ പ്രൊഫൈൽ തന്നെ പുള്ളി ഒരു ചെങ്കുടി പിടിച്ചു നിൽക്കുന്ന വിനോദിന്റെ ഒരു വിനോദമായിരുന്നു ആ പോസ്റ്റ്. അതുപോലെ ഇവര് പലപ്പോഴും ഇങ്ങനെ ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി പലതും ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ എന്താണ് ജോയ് മാത്യു എന്ന സിനിമ അറിയാലോ. ജോയ് മാത്യു യാത്ര വാഹനം പൊന്നാനിക്കടുത്ത് ഒരു സ്ഥലത്ത് വെച്ച് തീരദേശ ഹൈവേയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. അവിടെയുള്ള 2 മുസ്ലിം യുവാക്കൾ ഞാനിത് ഇത് പറഞ്ഞ സ്ഥിതി വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. CPMനോടോ ലീഗിനോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടോ ഒരു പാർട്ടിയോടും എന്തെങ്കിലും പ്രതിപത്തിയുള്ളവരല്ല. ഒരു പാർട്ടിയില്ലാത്ത 2 പേര് ഒരു വണ്ടി പറഞ്ഞത് കണ്ട് ഇദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തി. അപ്പൊ ജോയ് മാത്യു ആണെന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പൊ തന്നെ CPM സൈബർ ഗുണ്ടകൾ പ്രചരണം തുടങ്ങി. CPMനെ നിരന്തരമായി വിമർശിക്കുന്ന നടൻ ജോയ് മാത്യു അപകടത്തിൽപ്പെട്ടപ്പോൾ അവിടെയുള്ള 2 DYFI സഖാക്കൾ ഇവരുടെ പേരും കൊടുത്തു. അത് രക്ഷിച്ച് ആശുപത്രിയിൽ ഇത് അഖില ലോക അടിസ്ഥാനത്തിൽ ഇത് പ്രചരിപ്പിക്കാൻ ജോയ് മാത്യുവിനെ രക്ഷിക്കാൻ DYFIക്കാർ വേണ്ടി വന്നു. കണ്ടുപിടിക്കൂ കോൺഗ്രസ്. ജോയ് മാത്യു അപ്പൊ ആശുപത്രി കിടക്കണം. പുള്ളി അറിയത്തില്ല. ഈ ആശുപത്രിയിൽ എത്തിച്ച് ചെറുപ്പക്കാരും അറിയത്തില്ല ഇവരുടെ പേര് വെച്ചിട്ട് ഇങ്ങനത്തെ അതിക്രമം നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവര് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതായിട്ടൊരു ബന്ധമില്ല, ഞങ്ങൾ ഒരാളെ അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിലാക്കിയത് മാത്രമേ ഉള്ളൂ. അതിപ്പോ ജോയ് മാത്യു അല്ല ഇനി വേറൊരാളാണെങ്കിൽ ഞങ്ങൾ ആശുപത്രിയിലാക്കുക. മനുഷ്യത്വത്തിന്റെ പേര് ചെയ്തത് മാത്രമേ ഉള്ളൂ. DYFIയിലേക്കൊന്നും ഞങ്ങളെ വലിച്ചയക്കരുത് എന്നവർ പറഞ്ഞു. ഇനി 3ാമത്തെ ഉദാഹരണം പറയാ വെച്ചാല് ഞാൻ തന്നെ കഴിഞ്ഞ 2015 പ്രളയം ഉണ്ടായപ്പോൾ ആലുവയിലുള്ള എന്റെ വീട്ടിൽ വെള്ളം കയറി. സമീപത്തുള്ള മറ്റു വീടുകൾ അപേക്ഷിച്ച് നമുക്ക് നാശനഷ്ടങ്ങൾ കുറവായിരുന്നു. എങ്കിലും വീടിന്റെ അകത്ത് ഏതാണ്ട് 2.5 അടി ഉയരത്തിൽ വെള്ളം കയറി. ആഗസ്റ്റ് 15-ാം തീയതി രാവിലെയാണ് 14-ാം തീയതി രാവിലെയാണ് വെള്ളം കയറി. 15-ാം തീയതി വൈകുന്നേരം വരെ ഈ വെള്ളപ്പൊക്കം ഇത്ര രൂക്ഷമാണെന്ന് അറിയാതെ ഞാൻ അവിടുന്ന് എറണാകുളത്തേക്ക് പോയി. ഞാൻ വീട് വിട്ടു പോകുന്നത് ഏതാണ്ട് 8:30 മണിക്കാണ്. അതിനുശേഷമാണ് പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് 8 മണിയോടുത്ത സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറി. അത് ആ സമയത്ത് ഞാനില്ല. അതല്ല ഇവിടെ എന്താ സംഭവിക്കുന്നതിലും എനിക്കറിയില്ലായിരുന്നു. വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സൈബർ സഖാക്കൾ അത് ഇവിടെ ഒന്നും ആവില്ല, കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഇത് ഇതിന്റെ പ്രഭവ കേന്ദ്രം. കണ്ണൂരുള്ള ഒരു സഖാവ് എന്നൊരു ബിജു കണ്ടകൈ എന്ന് മറ്റോ ഒരു ഡിഫിക്കാരനാണ്. ഡിഫിയുടെ അവിടുത്തെ എന്തോ മേഖലാ സെക്രട്ടറിയോ ഏരിയ പ്രസിഡന്റോ പ്രധാനമന്ത്രി ഏതാണ്ട് അയാളുടെ പ്രൊഫൈലിൽ നിന്നാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആലുവയിലെ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ കൈയും കാലിട്ട് അടിച്ച് വിലപിച്ചിരുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ സ്ഥലത്തെ DYFIക്കാർ കരകയറ്റി എന്ന് പറഞ്ഞു.
ഇത് വായിച്ച് ഒരുപാട് സിപിഎംകാർ വിശ്വസിച്ചു എന്ന് മാത്രമല്ല നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഗോവിന്ദൻകുട്ടി ഉണ്ടല്ലോ, ഗോവിന്ദൻകുട്ടിയല്ല മാധവൻകുട്ടി, സഖാവ് പിണറായി എന്ന് പറയുന്ന മാധവൻകുട്ടി പോലും ഇത് വായിച്ച് വിശ്വസിച്ചു രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഡിവൈഎഫ്ഐ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് വലിയ തമാശയായിട്ട് മാറി. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പഠിക്കാത്തവരാണ് ഈ സഖാക്കൾ. എന്റെ വിശ്വാസം ഈ ടീച്ചറെ കുറിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രി കണ്ടോ കണ്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി കാണില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്ക് അദ്ദേഹത്തിന്റെ കണ്ണ് തുറപ്പിച്ച് കണ്ണിലേക്ക് കുത്തിക്കയറ്റാനൊന്നും പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ പുള്ളി കണ്ടില്ല എന്ന് വെച്ചാൽ ഒന്നുകിൽ പുള്ളിക്ക് കാണാൻ താല്പര്യമില്ല, പുള്ളി അത് വായിച്ചില്ല. 2 പുള്ളി കണ്ണുകൊണ്ട് കണ്ടില്ല, ആരെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടാവും. 3 പുള്ളി ഇതിൽ സത്യം പറയാൻ യാതൊരു ഉദ്ദേശവും പുള്ളിക്കില്ല. മാത്രമല്ല അസുഖകരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശൈലി. അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ സ്തുതിക്കുന്നത്, അദ്ദേഹത്തെ പുകഴ്ത്തുന്നത്, അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ പാടുന്നത് മാത്രമാണ് പുള്ളിക്ക് കേൾക്കാൻ താല്പര്യം. അപ്പൊ പത്രസമ്മേളനത്തിലാണെങ്കിൽ അങ്ങനെയുള്ളൂ, ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് തട്ടിക്കയറുന്നുള്ളത് പുള്ളിയുടെ സ്റ്റൈൽ. അപ്പൊ അതിന്റെ പരമായിട്ട് എന്തുവാട്ടെ പുള്ളി കേട്ടോ കേട്ടില്ല എന്നുള്ളതല്ല, ഇത് എന്തിനു വേണ്ടി ഇത് ഉണ്ടാക്കി എന്നുള്ളതാണ്. ശൈലജ ടീച്ചർക്ക് ജയിക്കാൻ ഒരു ഫെയർ ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. വടകര ഏറ്റവും അധികം CPM-കാരുള്ള ഒരു മണ്ഡലമാണ്, ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ്. KK ശൈലജ വലിയ ചീത്തപ്പേരില്ലാത്ത ഒരു CPM നേതാവാണ് മറ്റു പല ആൾക്കാരെ അപേക്ഷിച്ച്. അപ്പൊ ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഒന്ന് പാർട്ടിക്കകത്ത് ഉള്ള കുത്തിത്തിരിപ്പായിരിക്കാം, ഇത് ലീഗുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ RMP-ക്കാരോ ഒന്നും ചെയ്തതല്ല എന്ന് നമുക്ക് തന്നെ വ്യക്തമാണ്. മാത്രമല്ല അന്ന് തന്നെ എല്ലാവർക്കും അറിയാം, ആ സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ആ ഭാഗത്തുള്ള ഇവരുടെ ഒരു പ്രവർത്തനത്തിന്റെ രീതി വേദന ഇതുപോലെയുള്ളൂ. ഇപ്പൊ TP ചന്ദ്രശേഖരനെ കൊല്ലം വന്ന ആ ഇന്നോവയിൽ മാഷാ അള്ളാ എന്ന് സ്റ്റിക്കർ ഒട്ടിക്കും. ദേശാഭിമാനിയിൽ പിറ്റേ ദിവസവും അതിന്റെ അടുത്ത ദിവസമൊക്കെ വന്ന വാർത്തകളുടെ ദുസ്സൂചന തന്നെ മുസ്ലിം തീവ്രവാദികൾ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി. പോപ്പുലർ അങ്ങനെയായിരുന്നു അന്ന്. എന്ന് മാത്രമല്ല ഒരു വട്ടത്തിൽ P. ജയരാജനാണെന്ന് തോന്നുന്നു, അദ്ദേഹം അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, പറഞ്ഞത് ഇതിൽ PC ജോർജിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ്. സംഗതി വശാൽ PC ജോർജ് ഇതിന് 2-3 ദിവസം മുമ്പ് കണ്ണൂര് എന്തോ കാര്യത്തിന് അദ്ദേഹത്തെ ചീഫ് വീപ്പാണ്. ജോർജ് അവിടെ ചെന്ന് ബിടായിലേക്ക് അടിച്ച് തിരിച്ചു പോകുന്നു, അത്രേ ഉണ്ടായിരുന്നു. പക്ഷേ നിർണായകമായ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ CPM-ന്റെയും LDF-ന്റെയും സാധ്യതകൾ ഇല്ലാതെ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിന്റെയും മുഖത്ത് കരിവാരി തേക്കാനും വേണ്ടി UDF-ന്റെ ഗൂഢാലോചനയിലാണ് ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടുള്ളത്. ഇതിന്റെ പുറകിൽ PC ജോർജിന്റെ പങ്ക് എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷിക്കും എന്നാണ് സഖാവ് P. ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഉന്നതമായ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിന്നെ അതിന് സത്യം പുറത്തു വന്നപ്പോ അറിയാലോ ആരൊക്കെയായിരുന്നു. അപ്പൊ ഇത് അവരുടെ ഒരു സാധാരണ രീതിയാണ്. ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ആ ചെയ്തതിന്റെ പാപഭാരം വേറെ ആൾക്കാരുടെ മേലെ അടിക്കേൽപ്പിക്കുകയും ചെയ്യും. അത് ലീഗുകാരുടെ മേലെ ആരോപിച്ചാൽ നമുക്ക് ആ രീതിയിൽ നോക്കുമ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് വീണ്ടും സാധനം ഉണ്ടാക്കി എന്നുള്ളത് ആലോചിക്കും. അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, ഇത് സത്യത്തിൽ ഇവർ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒന്നെങ്കിൽ പാർട്ടി ലീഡർഷിപ്പിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള ഏതാനും ചില നേതാക്കന്മാർക്കെങ്കിലും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. അതിലുപരിയായിട്ട് ഇത് വേറൊരു വശവും കൂടി ഉണ്ട്. അതെന്ന് വെച്ചാൽ P. ജയരാജനാണ് ഇപ്പോ സംശയ ദൃഷ്ടിയിൽ നിൽക്കുന്നത്. P. ജയരാജൻ നിന്ന് തോറ്റ സീറ്റാണ് വടകര. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരി സതി ദേവി നിന്ന് തോറ്റ സീറ്റാണ്. അങ്ങനെ ഒരു സീറ്റിൽ ഇപ്പൊ ശൈലജ നിന്ന് ജയിക്കുകയാണെങ്കിൽ അത് ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊരു വലിയ പോരായ്മയായി തീരും തോന്നൽ അവിടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ആരാധകർ ഈ P. ജയരാജന് വലിയൊരു ആരാധക ഭക്തസംഘമുണ്ട് കണ്ണൂർ ജില്ലയിൽ. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് ഏതാണ്ട് ഇതിന്റെ അകത്തേക്കുള്ള ഒരു സൈബർ സഖാക്കളല്ല, സൈബർ സഖാക്കൾ തന്നെ ഏകദേശം ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്. അതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ ശൈലജ ടീച്ചറെ കുറ്റപ്പെടുത്താൻ ആക്ഷേപിക്കാൻ വേറെ എന്തൊക്കെ നല്ല വാക്കുകൾ തിരഞ്ഞെടുത്തു? കാഫർ എന്ന വാക്കാണ് ഇവർ തെരഞ്ഞെടുത്തത് എന്നും കൂടി നമുക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പോലീസിന് കർശനമായിട്ട് മാന്യമായിട്ട് അന്വേഷിക്കാനുള്ള സൗകര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇതിന്റെ പുറകിൽ ആരാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എന്തായാലും അറിഞ്ഞിട്ട് കണ്ടിട്ടും കണ്ണടയ്ക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പറ്റിയ അനുചരന്മാരുമാണ്. എത്ര നാൾ കൊണ്ടിറക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. മാർക്സിസം ലെനിനിസത്തിന്റെ സ്ഥാനത്ത് അമോഷനിസം മൈക്കോണിസമായി തീർന്നതിന്റെ ഒരു വലിയ ദുരന്തമാണ്. എന്തായാലും സാർ തുടർന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താങ്കളെ വിളിക്കും.